സദ്യ ഒരുക്കുമ്പോൾ ഒരു പച്ചടി മസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്യാരറ്റ് പച്ചടി. അതിനായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്യാരറ്റ് എടുക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകിൽ ചെറുതായിട്ട് നമുക്ക് കൊത്തിപ്പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. പച്ചടി ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാതെ അല്പം ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് 2 കൈപ്പിടി തേങ്ങ, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ജീരകം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് ഒരല്പം കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടും വരെ ഒന്ന് അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് 2 രീതിയിൽ കുക്ക് ചെയ്യാം. ഒന്നുകിൽ ആദ്യമേ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, അതായത് തേങ്ങയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് അതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കടുകും കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിനുള്ളിലേക്ക് കടുകും കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിച്ചിട്ട് അതിനുള്ളിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കി വരുന്ന വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കെടുക്കാം. രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് ഞാനിവിടെ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചടി നമ്മൾ തൊടുകറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകാത്ത രീതിയിൽ വേണം അതിരിക്കാനായിട്ട്. അതുകൊണ്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം അത് അരച്ചെടുക്കാനായിട്ട്. കാരണം നമ്മൾ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ഒരുപാട് ഒഴുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ ഇലയിൽ വിളമ്പുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിനുള്ളിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സദ്യക്കൊപ്പം അല്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, ഒരുപാടങ്ങ് തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം. ഇതുവരെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കും.